മൈസൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ മൈസൂർ ഇനിയിപ്പോൾ നമ്മൾ കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ കാണാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു 11 ആളായിട്ടാണ് നമ്മുടെ 11 ആള് സാഗറിൽ തെറ്റിച്ചു. അമീറാണ് പക്ഷെ ഓക്കെ. യാസീനുണ്ട്, ഷാഫി ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് പോണത് മൈസൂർ പാലസിലേക്കാണ്. പിന്നീട് വ്ളോഗൊന്നും എടുത്തില്ല. പിന്നെ അങ്ങനെ മൈസൂർ പാലസിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. പാലസിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് ഡൗട്ടുള്ള കാരണമാണ് വീഡിയോ എടുക്കാതിരുന്നത്. സ്വാബറിൽ എക്സൈറ്റഡ് ആയതുപോലെ തന്നെ എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ഇവരെ പ്രത്യേകം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രൂപത്തിൽ അവർ പഠിക്കുന്ന ആ ഒരു രൂപത്തിൽ തന്നെ അവർ വന്നതുപോലെ തോന്നി. ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ അവരെ ഒന്ന് ഞാൻ ഉൾപ്പെടുത്തിയതാണ് എന്തായാലും. അപ്പോൾ ഇത് അന്ന് കാലത്തെ വാഹനമായിരിക്കാനാണ് സാധ്യത. ഇങ്ങനെ കുറേ പെയിൻറ്റിങ്ങുകൾ അർഷാദൊക്കെ അന്തം വിട്ട് നിൽക്കുന്നത് പോലെ തന്നെ അത്രയും ഭംഗിയിലാണ് ഈ ഒരു ഗോൾഡൻ രൂപത്തിലുള്ള ഈ ഒരു ലൈറ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, എല്ലാവരും വളരെ ആശ്ചര്യരായിട്ട് തന്നെയാണുള്ളത്. അപ്പോൾ കൊട്ടാരത്തിൽ എന്താണ് കാണാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് കാലത്തുണ്ടായിരുന്ന അതേ രൂപത്തിൽ നിലനിർത്തിയിട്ടാണ് ഇത്രയും ഭംഗി. ഇതൊക്കെ ആ ഒരു റോയൽ ഫാമിലിയിലുള്ള മെമ്പേഴ്സാണ്. കുറേ നമുക്കറിയില്ല, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രത്തിൻ്റെ അങ്ങനെ അറിയില്ല. എന്തായാലും ഈ ഓരോ മെമ്പേഴ്സിൻ്റെയും ഫോട്ടോകൾ, കാര്യങ്ങൾ, പെയിൻറ്റിങ്ങുകൾ ഇവിടെ ഉണ്ട്. അങ്ങനെ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ട് ഇപ്പോൾ അവരന്ന് കാലത്ത് അങ്ങനെ ചെയ്തു വെച്ചത് കൊണ്ട് നമുക്കിപ്പോഴും അവരെ കാണാൻ കഴിയുന്നുണ്ട്. അത്രയും ഭംഗിയിൽ എന്താ പറയുക, ഓരോ പെയിൻറ്റിങ്ങുകളും അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും മൈസൂർ ട്രിപ്പിൽ മുതലായി എന്ന് തോന്നിയൊരു സ്ഥലം തന്നെയാണ് മൈസൂർ പാലസ് എന്നുള്ളത്. അങ്ങനെ പോകുന്ന സമയത്ത് കുറേ പെയിൻറ്റിങ്ങുകൾ കണ്ടു. എന്താ പറയുക, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാരാണ് എന്താണോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ പെയിൻറ്റിങ്ങുകളുടെ ആ ഒരു ഡീറ്റെയിലിംഗ് കണ്ടിട്ട് വളരെയധികം ആശ്ചര്യം തോന്നുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കൂടെയുള്ളവരും അങ്ങനെ തന്നെയായിരുന്നു. എന്തായാലും ഒരു ചെറിയ ബഡ്ജറ്റിൽ പോയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു. ഒരാൾക്ക് 1000 രൂപ മാത്രം ചിലവ് വന്നിട്ട് അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു ഇത്. അപ്പോൾ ഇങ്ങനെ ഒരു രാജ്ഞി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ക്യൂനായിരുന്നു ഇത്. അതുകൊണ്ടാണ് എല്ലാവരും ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കുറച്ച് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി കഴിയും. എല്ലാവരും ഒരു സെറ്റപ്പായിട്ട് അവരെ ഒന്ന് എടുത്തിട്ടുണ്ട്.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇങ്ങനെ എടുത്തിട്ടുണ്ടാവുക. അത്രയും ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കൈ കൊണ്ടെന്ന് വെച്ചതാണ്. പിന്നെ ഒരു കുട്ടിയെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ എന്തായാലും ചരിത്രത്തിൽ അറിയാത്തതുകൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ എന്തായാലും പണ്ട് കാലത്തുണ്ടായിരുന്ന പല സാധനങ്ങളും ഇങ്ങനെ വെച്ചത് കണ്ടിട്ടുണ്ടായിരുന്നു. അതിലൊന്നും അത്ര പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ ഒക്കെ കണ്ടുപോവുക എന്നല്ലാതെ കൂടുതൽ ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും അതിനെക്കുറിച്ച് കൂടുതൽ എന്നെക്കാട്ടിലും ഐഡിയ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും അങ്ങനെ മൊത്തത്തിൽ കൊട്ടാരം കണ്ടു കഴിഞ്ഞാൽ അന്ന് കാലത്തുണ്ടായിരുന്ന കൊട്ടാരം ഇപ്പോഴത്തെ നമ്മൾ കാണുന്ന രൂപത്തിലുള്ള സൗകര്യങ്ങളൊക്കെയുള്ള അതിനെയൊക്കെ തോൽപ്പിക്കുന്ന തരത്തിൽ ആ കാലത്തുണ്ടായിരുന്ന ഒരു സിൽവർ ചെയറാണുള്ളത്. പിന്നെ അതിനുശേഷം ഗോൾഡൻ ഹൗള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതും കണ്ടിരുന്നു. ഇത് വളരെയധികം എനിക്ക് ഏറ്റവും കൂടുതൽ അവിടെ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം കൂടെയാണിത്. വളരെയധികം ഭംഗി തോന്നിയ ഒരു സാധനം കൂടിയാണ് ഗോൾഡൻ ഹൗള എന്ന് പറഞ്ഞിട്ടുള്ള ഇത്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിലിങ്ങൊക്കെ അതിൽ വായിച്ചാൽ മതി, ഒന്ന് പോസ് ചെയ്തിട്ട് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല.